ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ആൽക്കമി ബുക്ക് ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കമൻറ്റ് ചെയ്യൂ കേട്ടോ. തോട്ട്സിനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ കുറിച്ചാണ്. നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം തരുന്നത് നമ്മുടെ ചിന്തകളാണെന്നും ഒരിക്കലും അത് നമ്മുടെ സറൗണ്ടിങ്സോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള കാര്യങ്ങളല്ല, ഒരു തോട്ടിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും നമ്മൾ എടുക്കുന്ന അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ എങ്ങനെയാണ് തോട്ട് ഉണ്ടാകുന്നതെന്നും ആ തോട്ട്സുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾ ഈ ടാസ്കിലൂടെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതെ, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. നെഗറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്, ന്യൂട്രൽ തോട്ട്സ്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടത് എങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയിൽ നിന്നും അത് വാക്കായിട്ടും പ്രവൃത്തിയായിട്ടും നമ്മുടെ ബിഹേവിയറായിട്ടും മാറിയിട്ട് അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് രൂപപ്പെട്ട് കഴിയുന്നു അല്ലേ. ഒരു ബിഹേവിയറായി അത് നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് അതായി മാറുന്ന സമയത്താണ് നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് മാറുന്നത്. പക്ഷേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ചിന്തയിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. കുറച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത് നെഗറ്റീവ്സ് ആണെങ്കിൽ അതിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ കുറച്ചൊരു എഫേർട്ട് എടുക്കണം. അതും കോൺഷ്യസ് എഫേർട്ടായിരിക്കണം. അറിഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഇതെനിക്ക് വരരുതെന്ന് വിചാരിച്ചാൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഏതൊരു ചിന്തയെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു പാറ്റേൺസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവ് ആകുമ്പോഴാണ് ഈ നെഗറ്റീവ് കൂടുതൽ വരുന്നത്. നമുക്ക് ഉറപ്പായിട്ടും ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് തോട്ടിലേക്ക് മാറാൻ കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. ഈ ചിന്തകൾ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് എന്തൊക്കെയാണ് നെഗറ്റീവ് തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഒരു മോശം പറയുന്നത്, പരദൂഷണം പറയുന്നത്, ഓക്കെ, ഇനിയും ഇല്ലാത്തത് പറയുന്നത്, ഒരാളെ താഴ്ത്തിക്കെട്ടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ലേ കൂടുതലായിട്ട് ഇവിടെ പറഞ്ഞ്. വേറെ നെഗറ്റീവ് തോട്ട്സ് ഇല്ലേ? നമ്മളെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഇല്ലേ? സെൽഫായിട്ട് വരുന്ന എന്തൊക്കെയാണ്? എനിക്കൊന്നിനും കഴിയില്ല, എൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ എൻ്റെ വിധി എനിക്ക് ഇങ്ങനെ തന്നെയാണ് വരിക, എനിക്ക് ഭാഗ്യമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പം നെഗറ്റീവ് തോട്ട്സ് എന്താണെന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രെയിനിൽ ന്യൂറോൺസുകൾ കണക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷനിൽ കൂടെയാണ് ഇവർ സംവേദനം നടത്തുന്നത്. അല്ലാതെ അവിടെ എന്താണ് ഒരു മൈക്കോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലേ. ഈ കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസിൻ്റെ റിയാക്ഷൻ മൂലവും ഓരോ ന്യൂറോൺസുകളും പുതുതായിട്ട് ന്യൂറോൺസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ന്യൂറോൺസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരേ ഗ്രൂപ്പായിട്ട്, നമ്മളൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുമ്പം ആ ഗ്രൂപ്പിലുള്ള ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ ഗ്രൂപ്പിൽ എത്തിക്കും അല്ലേ, അത്രയും നല്ല ബോണ്ടിങ്ങിലാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് തോട്ട്സുകൾ മുഴുവനായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു നെഗറ്റീവ് കേൾക്കുകയാണെങ്കിലോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണെങ്കിൽ പോലും ഈ നെഗറ്റീവ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും അതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് തോട്ടാണ്, ഓക്കെ വന്നോട്ടെ, അതിനാദ്യം ആക്സെപ്റ്റ് ചെയ്യുക. ഏത് തോട്ടാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആക്സെപ്റ്റ് ചെയ്ത ശേഷം നമ്മൾ അവിടേക്ക് എന്ത് ചെയ്തു കൊടുക്കുക? അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കഴിയില്ല, അങ്ങനത്തെ ഒരു
തോട്ടാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കാം. എനിക്ക് കഴിയില്ല ഒരു കാര്യം നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് ഐ കാൺ എന്ന് നമ്മൾ പറയാം. അപ്പം അതിൻ്റെ ഫീലിങ്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഭയമായിരിക്കും അല്ലേ, പേടി കാരണമായിരിക്കും നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്താ, ആക്ഷൻ എന്താ വരിക? ശ്രമിക്കൂല, റിസൾട്ട് പരാജയം. അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ നടന്നു. അപ്പം അതുമായിട്ട് കണക്റ്റ് ആവുന്ന എന്ത് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ വരും. അപ്പം ഒരു സമയത്ത് ഇത് കഴിയൂല എന്നുള്ള പേടിയോടെ കൂടെ തന്നെ ഐ കാണ്ട് എന്ന് വരാം. ഐ കാൺ, എനിക്ക് കഴിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഐ ട്രൈ. അവിടെ തോട്ട് വരിക ഐ ട്രൈ ആണ്. അപ്പോൾ അവിടെ കോൺഫിഡൻസ് ആണ് വരിക, ഒരു ഹോപ്പാണ് വരിക, ഒരു ഹാപ്പിനെസ് ആണ് വരിക, ഒരു പ്രതീക്ഷ വരും. അപ്പം നമ്മളൊന്ന് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ വളർച്ച തുടങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു വഴിയുണ്ട്. നമുക്ക് ഉള്ളതിലേക്ക് നോക്കാൻ ശ്രമിക്കാം അല്ലേ? നമുക്ക് ഉള്ളതിലേക്ക് നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അബണ്ടൻസിലേക്ക് നോക്കുന്ന സമയത്ത്, നിറവിലേക്ക് നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ തോട്ട്സിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും നമുക്ക് കുറച്ച് കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ നമ്മൾ എഴുതണം. എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയും, എനിക്ക് നന്നായി പാചകം ചെയ്യാൻ കഴിയും, എനിക്ക് നന്നായി മക്കളെ കെയർ ചെയ്യാൻ കഴിയും, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾക്കുണ്ടാവും. ആ ക്വാളിറ്റീസിനെ നമ്മൾ എഴുതുക. നെക്സ്റ്റ് പാർട്ട്, നമുക്ക് കുറച്ചൊക്കെ കഴിവുകൾ ഇല്ലാതെ ഇരിക്കില്ലേ. എല്ലാ കഴിവും ഒരാൾക്കും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില കഴിവുകൾ നമുക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനൊരു വിഷമം ഉണ്ടാവും. അല്ലാതെ എല്ലാ കഴിവും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും വിഷമിക്കൂല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും ഇല്ലാതാവുന്ന സമയത്തോ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിനൊരു സങ്കടം വരുന്നത്. അപ്പം നമ്മൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന നമുക്കില്ലാത്ത കുറച്ച് കഴിവുണ്ടാവും. അപ്പോൾ നമുക്കിതൊക്കെ കഴിയെങ്കിൽ എനിക്ക് ഒരാളടുത്ത് നേരെ സംസാരിക്കാൻ കഴിയൂല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഇങ്ങനെ നമുക്കുള്ള ക്വാളിറ്റീസ്, നമ്മുടെ ക്വാളിറ്റീസും ഉണ്ട് ഡിസ്ക്വാളിറ്റീസും ഉണ്ട്, അതും ഒന്ന് എഴുതി വെക്കുക. അപ്പം ഫസ്റ്റ് ഒരു തോട്ട് മാനേജ്മെൻറ്റ് എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും മാറൂല. കാരണം നിങ്ങൾക്കൊരു 30 വയസ്സ്, ഞാൻ പറയാം 30 വയസ്സാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് മുതലേ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നാലും ആ ഒരു 30 വർഷക്കാലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് മാറൂല. പക്ഷേ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് മാറാൻ പറ്റും, മാറ്റാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ എങ്ങനെയാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ബിഹേവിയർ ആകുമ്പോൾ നെഗറ്റീവ് പകരും എന്നുള്ളത്. പരദൂഷണം പറയരുതെന്ന് പറയുന്നില്ലേ, പരദൂഷണം കേൾക്കരുതെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കേൾക്കുന്നതും നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. നമ്മളൊരു എനർജിയാണെന്ന് പറഞ്ഞു. നമുക്ക് ഒരു ജീവനുണ്ട്. ആ ജീവൻ എന്ന് പറയുന്നത് എനർജിയാണ്, സൺലൈറ്റ് എനർജിയാണ്. അത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. വൈദ്യുതോർജം എനർജിയാണ്, ഇലക്ട്രിസിറ്റി. അതൊരു ലൈറ്റിലേക്ക് വരുമ്പം പ്രകാശമാകുന്നു, ബൾബിലേക്ക് വരുമ്പം പ്രകാശമാകുന്നുണ്ട്, ഒരു ഫാനിലേക്ക് വരുമ്പം അത് കാറ്റാവുന്നുണ്ട്, ഒരു മോട്ടർ വർക്ക് ചെയ്യിക്കുന്നേരം അത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്. അങ്ങനെ പല രീതിയിലും ഇലക്ട്രിസിറ്റി എന്ന ഊർജത്തെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോട്ടുകളും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ നെഗറ്റീവ് പറയുന്നത് കേട്ടാൽ പോലും നമ്മൾ അതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പരദൂഷണം കേൾക്കരുതെന്ന് പറയുന്നത്. കേൾക്കുമ്പോഴും അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആ എനർജി തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ട്, ആ എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ക്വാളിറ്റീസും ഡിസ്ക്വാളിറ്റീസും എഴുതുക. പിന്നീട് നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സിൽ നിന്നും നമുക്ക് മാറാം.
ഈ നെഗറ്റീവായിട്ടുള്ള എപ്പോഴും നമ്മളെ അടിച്ചമർത്തുന്ന, നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന, നമ്മളെ കുറ്റം പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്നും മാറാം. പക്ഷേ ഈ ഒരാൾ നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ഏറ്റവും അടുത്തിട്ടുള്ള നമ്മുടെ ബന്ധുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് മാറാൻ പറ്റൂല അല്ലേ? അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് മാറും. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവരെ മാറ്റാൻ എനിക്ക് കഴിയൂല, എന്നാൽ എന്നെ എനിക്ക് മാറ്റാം. അവർ പറഞ്ഞോട്ടെ, അത് നമ്മൾ കേൾക്കുക, ഒഴിവാക്കുക. പരമാവധി കേൾക്കാതിരിക്കുക. പിന്നെ നല്ല രീതിയിൽ, നല്ല നല്ല ട്യൂണോടുകൂടി, കുറ്റപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ ഷെയർ ചെയ്യാം. ഈ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ഇമോഷനെ ഷെയർ ചെയ്യണമെങ്കിൽ, ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഫീലിങ്സ് കിട്ടും. ഇനി അവരുടെ അടുത്ത് പറഞ്ഞാൽ അതിലും കൂടുതൽ, നമ്മുടെ മദർ ഇൻ ലോ ഒക്കെ ആണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നം വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ ഒരു സമയത്ത് കേട്ടിട്ട് അപ്പം തന്നെ ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതി, അത്രയും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ആ പേപ്പറിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതിയിട്ട് അത് കത്തിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെ 3 ക്വാളിറ്റീസ് എഴുതാം. ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന സമയത്ത് ഏറ്റവും ചെയ്യാനുള്ള കാര്യം അതാണ്. നമുക്ക് ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് 3:1 റൂൾ എന്ന് പറയും, 3 നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ക്വാളിറ്റീസും ഡിസ്ക്വാളിറ്റീസും എഴുതുക. നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സിൽ നിന്നും മാറി നിൽക്കുക, കാരണം അത് നമ്മളെ നെഗറ്റീവിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും നെഗറ്റീവ് എന്ന് പറയുന്നില്ല, പോസിറ്റീവിലേക്ക് എത്തണം. നമുക്ക് പോസിറ്റീവിലേക്ക് എത്തുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നതാണ്. സോ അതിൽ നിന്നും നമുക്ക് മാറാം. പുകവലിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക അത് ശ്വസിക്കുന്നവർക്കാണെന്ന് പറഞ്ഞില്ലേ? പുറത്തുനിന്ന് ശ്വസിക്കുന്നവർ 30% ആളും 70% പുറത്തുള്ള ആളുകളാണ് അബ്സോർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് തോട്ട്സുകളും നെഗറ്റീവ് സറൗണ്ടിങ്സിലും നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഡ്രെയിൻ ആവുന്നതും, നമ്മുടെ തോട്ട്സുകൾ മാറുന്നതും, ടെൻഷനും ഡിപ്രഷനിലേക്കും ഒക്കെ പോകാൻ കാരണമാകുന്നതും. സോ നമ്മൾ പറ്റാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഇതുപോലുള്ള നെഗറ്റീവ് സംസാരം, പരദൂഷണം പോലുള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ട സാഹചര്യത്തിൽ കേട്ട് അപ്പം തന്നെ അത് ഒഴിവാക്കുക. അതിന് പകരം നല്ല കാര്യങ്ങൾ ഇങ്ങനെ അപ്പം തന്നെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പറയാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയത് ഞാൻ പറഞ്ഞല്ലോ, അബണ്ടൻസിൽ നിന്നാണ്, ഈ നിറവിൽ നിന്നാണ് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുക. വാട്ടർഫോൾസ് കണ്ടില്ലേ? ഏറ്റവും മുകളിൽ നിന്നും മലമുകളിൽ നിന്നും ആ മലയുടെ ഉള്ളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അത് പ്യുവർ വാട്ടർ ആയിരിക്കും, ക്ലിയർ വാട്ടർ ആയിരിക്കും. കാരണം അത് നിറവിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴോട്ടാണ് ഒഴുകുന്നത് അല്ലേ? ഒരു നദിയും താഴെ നിന്നും മേലേക്ക് പോകുന്നില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. പോസിറ്റിവിറ്റിയുടെ ബെസ്റ്റ് ടൂൾസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ലവ് ആണ്. ഈ ലവ് എന്ന സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മുഴുവനായിട്ടും അൺകണ്ടീഷണൽ ലവിലേക്ക് എത്തണമെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ അൺകണ്ടീഷണൽ ലവാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രതിനിധികളായ മനുഷ്യന് ഈ ഒരു തോട്ടിലേക്ക് എത്തണമെങ്കിൽ അവനാദ്യം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, പിന്നീട് ഫോർഗീവ്നെസ് ഉണ്ടായിരിക്കണം, ദെൻ നെക്സ്റ്റ് ലെവലിൽ അവന് അൺകണ്ടീഷണൽ ലവിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടെ സന്തോഷവും സമാധാനവുമായിരിക്കും. ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എപ്പോഴും പറയും, എനിക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതല്ല, നമ്മുടെ ഉള്ളതിൽ നമ്മൾ ഉള്ളിൽ നിന്നും വരുന്ന ഗ്രേറ്റ്ഫുൾനെസ്, അതായത് ദൈവത്തിന്, റബ്ബിന് നമ്മെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇതെല്ലാം തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് തരാതെ എങ്ങനെ വേണമെങ്കിലും
നമ്മൾ സൃഷ്ടിക്കായിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിലേക്ക് നോക്കുന്ന സമയത്ത് ആ പോസിറ്റിവിറ്റി ഇങ്ങനെ നിറയുമ്പം ഈ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു അബണ്ടൻസ് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നെഗറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും, പോസിറ്റീവിലേക്ക് എത്താൻ കാരണമാകും. അപ്പം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് റൂൾ എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കൊരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഡീൽ ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പരദൂഷണം പറയാം, അങ്ങനെ എന്തെങ്കിലും നമ്മളൊരാളെക്കുറിച്ച് കേട്ടാൽ സറൗണ്ടിങ്സ് എന്ന് വരുന്നത് അതാണ് നമ്മുടെ ഉള്ളിലേക്കുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മളിത് മാറുമ്പോൾ നമ്മുടെ പുറത്തുനിന്ന് ഒരാൾ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു അല്ലെ വേറൊരാളെക്കുറിച്ച് പറഞ്ഞു, അത് നമ്മൾ കേട്ടു. നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നിടത്താണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ അവിടെ പറയൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 നന്മകൾ അവരെക്കുറിച്ച് പറയാം. അതുപോലെ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടായി, അതായത് ഞാനിന്ന് പെട്ടെന്ന് ദേഷ്യം പിടിച്ചു എൻ്റെ മോനോട്, എൻ്റെ മകളോട്, അല്ലെങ്കിൽ ഞാനിന്ന് പെട്ടെന്ന് വഴക്കിട്ടു. അപ്പം നമ്മുടെ ഒരു ദേഷ്യത്തിൻ്റെ കാരണമായിട്ടായിരിക്കുമല്ലോ, എന്തായാലും കുട്ടികളാണ്, അവർ കളിക്കുന്നുണ്ടാവാം. അപ്പം എപ്പോഴും നമ്മൾ മറ്റൊരാളൊരു ലെവലിൽ നിന്ന് നമ്മുടെ കുട്ടിയെ നോക്കുകയാണെങ്കിൽ പല കാര്യത്തിനും നമ്മൾ ദേഷ്യപ്പെട്ടതോ നമ്മൾ അടിച്ചതോ നമ്മൾ വഴക്ക് പറഞ്ഞതോ ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റൊരു തലത്തിൽ, അതായത് നമ്മുടെ അയൽവാസിൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടീനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്നും പറയേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളെ മക്കളെ നിങ്ങൾ ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ എടുത്തിട്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനെയാണ് നമ്മൾ അവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങളെ കുട്ടിയെ ഒന്ന് തല്ലിപ്പോയി, അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ മക്കൾക്ക് 3 അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ, ഏറ്റവും കുറവാണ് 3 എന്തെങ്കിലും ക്വാളിറ്റീസ് കൊടുക്കുക. അവരെ ഹഗ് ചെയ്യാം, അവരെ 3 നല്ല കാര്യങ്ങൾ പറയാം, അവർക്ക് വേണ്ടി 3 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ തന്നെ പറയാം. അതേ സ്ഥാനത്ത് കുട്ടികളെ തെറ്റ് കാണുമ്പോൾ വഴക്ക് പറയരുത്, അതിന് ശകാരിക്കരുത് എന്നല്ല. പലപ്പോഴും ദേഷ്യം വരുന്നത് നമ്മുടെ ഇമോഷനെ അവരെ മേലെ അടിച്ചേൽപ്പിക്കുകയായിരിക്കും. തെറ്റ് കണ്ടാലും അതിനൊരിക്കലും നമ്മൾ ദേഷ്യപ്പെടുകയോ തല്ലോ ചെയ്തതുകൊണ്ട് ഒരു കുട്ടിയും അവിടെ അത് റിയലൈസ് ചെയ്യാനോ മനസ്സിലാക്കാനോ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. അത് വേറൊരു പാട്ടാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മളെ മക്കളടുത്ത് ആണെങ്കിൽ ഉള്ളൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ആ കുട്ടീനെ തല്ലിപ്പോയിട്ടുണ്ടെങ്കിൽ 3 നല്ല ക്വാളിറ്റീസ് ആ കുട്ടീൻ്റെത് പറയാം, അവരുടെ അടുത്ത് പറയുകയും വേണം. അതുപോലെ ഡെയിലി നമുക്കുള്ള 3 ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും, 3 ഞാൻ പറഞ്ഞില്ല, ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ദിവസത്തേക്ക് എഴുന്നേറ്റ് വന്നതിന്, ഈ ഭൂമിയിലേക്ക് വീണ്ടും ഒരു ദിവസം കൂടെ എനിക്ക് തന്നതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാം, റബ്ബിലേക്ക് സമർപ്പിക്കാം. അപ്പം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ എഴുന്നേറ്റിട്ട് ഓരോ ദിവസവും നിങ്ങളിലുള്ള ക്വാളിറ്റീസ് മാത്രം ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നെഗറ്റീവ്സുകൾ നമ്മളിൽ നിന്നും ഒഴിവായി പോസിറ്റിവിറ്റി നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇനി ഒരു നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ട അടുത്ത തലത്തെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് പോസിറ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ തോട്ട്സിനെ തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും, നമ്മുടെ ഡിസ്ക്വാളിറ്റീസ് ഉണ്ടാവും. ഇത് രണ്ടിനെയും തിരിച്ചറിയുകയും ആ ഒരു ക്വാളിറ്റീസ് നമ്മൾ ഫോക്കസ് ചെയ്യുക, ആ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് കിട്ടിയ ഒരു 10 അനുഗ്രഹത്തെക്കുറിച്ച് അതിൽ എഴുതിക്കൊണ്ടേയിരിക്കുക. ഒരു ഡയറി ഞാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയറിയിൽ നിങ്ങളുടെ 10 അനുഗ്രഹത്തെ നിങ്ങൾ ദിവസവും എഴുതുക. ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എന്താണ് ഡൗട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാം. പേഴ്സണലി മെസ്സേജ് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്ക് ഇനി ആവശ്യമെന്ന് തോന്നുന്ന പാട്ടുകളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ നെഗറ്റിവിറ്റി കുറയ്ക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. എന്നാൽ നമുക്ക് ആ ഒരു സമയത്ത് പറയാം, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു പ്രശ്നത്തെ നമ്മളൊരു വഴിയായിട്ട് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇത് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ സംസാരത്തിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നിറയുന്നത് കാണാം. അതുപോലെ ഒരു കുഴപ്പമുണ്ട്, ഇന്നൊരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ എന്തോ ഒരു നിസ്സാര കാര്യത്തിന്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മാറ്റിയിട്ട് ഒരു കുഴപ്പം എന്ന് പറയുക, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഇതിലെനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഒരു അങ്ങനെ നമ്മുടെ സംസാരത്തിൽ വരുന്നതിനെയും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ തോട്ടിനെ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും കൂടുതലായിട്ടും നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എന്നുള്ളത്. അപ്പം അതിനെ മാറ്റാൻ ശ്രമിക്കാം. ചുറ്റുപാടുകളല്ല, നമ്മുടെ തോട്ടുകളാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും തീരുമാനിക്കുന്നത്. നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട്, കൂടുതൽ എനർജറ്റിക് ആയിട്ട്, നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള ചിന്തകളെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് സൗകര്യങ്ങളില്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതോ അല്ല നമ്മുടെ നെഗറ്റീവ് തോട്ട്സിൻ്റെ കാരണം. നമ്മളിൽ രൂപപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ പാരൻസിൽ നിന്നോ ഒക്കെ കിട്ടിയിട്ടുള്ളതാവാം, സ്കൂളിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ പാഠങ്ങളിൽ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു പോയിട്ടുള്ള ഒരു ഭയമാണ്, ആ ഒരു ഇൻസെക്യൂരിറ്റീസാണ് നെഗറ്റീവ് തോട്ട്സായിട്ട് നമ്മളിൽ നിറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോസിറ്റീവിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്വാളിറ്റീസ് ഡിസ്ക്വാളിറ്റീസ് ചെയ്യുക. അതുപോലെ നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതുക. നിറവിൽ നിന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അബണ്ടൻസിൽ നിന്നും ധാരധാരയായി വരുന്ന, മലമുകളിൽ നിന്നും ധാരധാരയായി വരുന്ന ആ മലവെള്ളം പോലെ, അതൊരു പുഴയായി ഒഴുകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും പോസിറ്റിവിറ്റി വരുന്നതിനനുസരിച്ച് അത് നമ്മളിലേക്ക് നിറഞ്ഞൊഴുകും. ആ ഒരു ഒഴുക്കിൽ നിന്നും നമ്മുടെ ലൈഫിലും ഇതുപോലെയുള്ള സന്തോഷ നിമിഷങ്ങൾ, സാധാരണ ലോഹങ്ങളെ സ്വർണ്ണ നൂലുകളാക്കുന്ന, സ്വർണ്ണമാക്കി മാറ്റുന്ന ആൽക്കമി, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സാധാരണ ചിന്തകളെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് തോട്ട്സിനെ മനഃപൂർവ്വം പോസിറ്റീവ് തോട്ട്സ് ആക്കിയിട്ട് നമ്മുടെ ജീവിതവും ഒരു സ്വർണത്തെക്കാൾ മൂല്യമുള്ള സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നിങ്ങൾ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മളിൽ നിന്നും നെഗറ്റിവിറ്റി കൂടുതലാവുമ്പോൾ ഫോക്കസ് കുറയും, ക്രിയേറ്റിവിറ്റി കുറയും. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും എപ്പോഴും സങ്കടം, വിഷമം, അസൂയ പോലുള്ള ഒരുപാട് ഇമോഷൻസുകളായിരിക്കും, ഒരുപാട് റിയാക്ഷൻസുകളായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ സന്തോഷ ജീവിതം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ഫോക്കസ് കൂടണമെങ്കിൽ, ക്രിയേറ്റിവിറ്റി കൂടണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ, എന്ത് കാര്യത്തിലും ഹാപ്പിനെസ് കൂടണമെങ്കിൽ നമ്മൾ പോസിറ്റീവിലേക്ക് മാറേണ്ടതുണ്ട്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നന്ദിയാണ് പോസിറ്റീവ് കൂടാൻ ഏറ്റവും വലിയത്. മനഃപൂർവ്വം നിങ്ങൾ താങ്ക് യു പറയുക. നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഹസ്ബൻഡിനോട്, നിങ്ങളുടെ പാരൻസിനോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, എല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് താങ്ക് യു. കളിയാക്കലുകൾ കേൾക്കാം, ചിരിക്കുന്നത് കാണാം, പിന്നെ എന്താപ്പം എന്നുള്ളൊരു നോട്ടം കാണാം. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അത് പറയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഓരോ ദിവസവും ഫസ്റ്റ് തോട്ടിൻ്റെ ഞാൻ പറഞ്ഞു. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസത്തെയും പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ.
അപ്പം നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു.